നമസ്കാരം. നിലയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പട്ടാമ്പി നഗരസഭയിൽ കോവിഡ് രണ്ടാം തരംഗ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ ശക്തമായ നടപടികളുമായി നഗരസഭ രംഗത്ത്. കോവിഡ് ബാധിതർക്ക് ചികിത്സ ലഭ്യമാക്കുന്നതിനായി കോവിഡ് പ്രഥമ ചികിത്സാ കേന്ദ്രങ്ങൾ അടിയന്തരമായി ആരംഭിക്കാൻ നഗരസഭാ കൌൺസിൽ യോഗത്തിൽ തീരുമാനിച്ചതായി നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടിയും വൈസ് ചെയർമാൻ ടി.പി. ഷാജിയും പറഞ്ഞു. കോവിഡ് രണ്ടാം തരംഗത്തെ പ്രതിരോധിക്കുവാനായി ശക്തമായ നടപടികളാണ് പട്ടാമ്പി നഗരസഭ കൈക്കൊള്ളുന്നത്. കോവിഡ് ബാധിതരായ വ്യക്തികൾക്ക് ചികിത്സ ലഭ്യമാക്കുന്നതിനായി കോവിഡ് പ്രഥമ ചികിത്സാ കേന്ദ്രങ്ങൾ പുനരാരംഭിക്കുന്നതോടൊപ്പം തന്നെ നിരീക്ഷണ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുവാനും ഇന്ന് ചേർന്ന നഗരസഭാ കൌൺസിൽ യോഗത്തിൽ തീരുമാനിച്ചതായി നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടിയും വൈസ് ചെയർമാൻ ടി.പി. ഷാജിയും വ്യക്തമാക്കി. കോവിഡ് രണ്ടാം തരംഗം പ്രതിരോധിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളിന്ന് അടിയന്തര കൗൺസിൽ ചേർന്നു. ഞങ്ങൾ പ്രധാനമായും തീരുമാനമെടുത്തത് കളക്ടറുടെ നിർദ്ദേശപ്രകാരം CFLTC ഏത് സമയം ആരംഭിക്കാനുള്ള സജ്ജീകരണത്തോട് ഒരുങ്ങാനുള്ള ഓർഡറാണ് ഉണ്ടായിരുന്നത്. പട്ടാമ്പിയിലെ പ്രീമെട്രിക് ഹോസ്റ്റൽ അടിയന്തരമായി കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്റർ ആരംഭിക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം തിരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപനത്തിന് ശേഷം പട്ടാമ്പി സംസ്കൃത കോളേജിൽ പ്രഥമ ചികിത്സാ കേന്ദ്രം ഒരുക്കുവാനും യോഗം തീരുമാനിച്ചു. രോഗബാധിതരുടെ എണ്ണം കൂടി വന്നു കഴിഞ്ഞാൽ സ്വീകരിക്കേണ്ട മുൻകരുതൽ എന്ന നിലയിൽ കൂടുതൽ കോവിഡ് പ്രഥമ ചികിത്സാ കേന്ദ്രങ്ങൾ ആരംഭിക്കുവാനും നഗരസഭാ പരിധിയിലെ ഓഡിറ്റോറിയങ്ങൾ, കമ്മ്യൂണിറ്റി ഹാളുകൾ, സർക്കാർ ഇതര സ്കൂളുകൾ, കോളേജുകൾ, ഹോസ്റ്റൽ കെട്ടിടങ്ങൾ എന്നിവയ്ക്ക് കത്ത് നൽകുവാനും യോഗത്തിൽ തീരുമാനിച്ചതായി ഇവർ അറിയിച്ചു. അടിയന്തര ഘട്ടത്തിൽ കൂടുതൽ സൗകര്യങ്ങളോടെ CFLTC വ്യാപിപ്പിക്കുന്നതിൻ്റെ ഒരു ഭാഗമായിട്ട് പട്ടാമ്പിയിലെ പ്രൈവറ്റ് സ്കൂളുകൾ, അതുപോലെ തന്നെ കൺവെൻഷൻ സെൻ്ററുകൾ, സ്കൂളുകൾ തുടങ്ങിയവർക്ക് അടിയന്തരമായി ഏത് അടിയന്തര സാഹചര്യത്തിലും അത് ഏറ്റെടുക്കുന്നതിന് വേണ്ടി അവർക്ക് മുൻകൂറായി നോട്ടീസ് നൽകുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. പട്ടാമ്പിയിലെ പ്രീ മെട്രിക് ഹോസ്റ്റലിൽ അത് അടിയന്തരമായി അവിടെ ഏകദേശം 100ഓളം ആളുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇതിൻ്റെ ഒരു DCC എന്ന രീതിയിലൊരു സെൻറ്റർ ആരംഭിക്കുന്നതിന് വേണ്ടി മുനിസിപ്പാലിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. ഈ ഒരു രണ്ടാം തരംഗത്തിൻ്റെ ഒരു ഗൗരവം സാധാരണക്കാരായ ആളുകളിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഭാഗമായി അതാത് വാർഡുകളിൽ ജാഗ്രതാ സമിതി യോഗം വിളിച്ചു ചേർക്കാനും എല്ലാ വീടുകളിലേക്കും ഇതിൻ്റെ ഒരു പ്രാധാന്യം ഒരു നോട്ടീസ് രൂപത്തിൽ എത്തിക്കാനും അനൗൺസ്മെൻറ്റ്, അതുപോലെ തന്നെ പോസ്റ്ററുകൾ തുടങ്ങിയവ എത്തിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ നേരത്തെ നടപ്പിലാക്കിയിരുന്നത് പോലെ തന്നെ നിരീക്ഷണ ഭവനം എന്നുള്ള രീതിയിൽ എല്ലാ കോവിഡ് രോഗികളായ അല്ലെങ്കിൽ ക്വാറന്റൈനിൽ കഴിയുന്ന വീടുകളിൽ നോട്ടീസ് പതിക്കുന്നതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വാർഡ് തല സമിതികൾ ശക്തിപ്പെടുത്തും. ജാഗ്രതാ നോട്ടീസുകൾ വീടുകൾ തോറും വിതരണം ചെയ്യും. സന്നദ്ധ സംഘടനകൾ, യുവജനങ്ങൾ എന്നിവരിൽ നിന്നും അപേക്ഷ സ്വീകരിച്ച് സന്നദ്ധ സേന രൂപീകരിക്കുവാനും തീരുമാനിച്ചിട്ടുണ്ട്. കോവിഡ് ബാധിതരുമായി സമ്പർക്കത്തിലേർപ്പെട്ടവർ നിരീക്ഷണത്തിൽ കഴിയുന്ന വീടുകളിൽ നിരീക്ഷണ സ്റ്റിക്കർ പതിച്ച് ക്വാറന്റൈൻ ഉറപ്പുവരുത്തും. ബാങ്കുകൾ, ആരാധനാലയങ്ങൾ, സർക്കാർ ഓഫീസുകൾ, മറ്റു തിരക്ക് അനുഭവപ്പെടുന്ന സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് തിരക്ക് കുറയ്ക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുവാൻ നോട്ടീസ് നൽകും. മാർക്കറ്റിൽ തിരക്ക് കുറയ്ക്കുന്നതിനു വേണ്ട നടപടികളും സ്വീകരിക്കും. മാസ്ക് ധരിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ക്ഷുഭിതനും അക്രമകാരിയുമായി മാറിയ യുവാവ് പോലീസിനെ ആക്രമിച്ചതോടെ റിമാൻഡിലായി. ദേശമംഗലം തലശ്ശേരി സെന്ററിൽ വെച്ചാണ് സംഭവം. തലശ്ശേരി പാലക്കുണ്ടിൽ അയ്യപ്പന്റെ മകൻ കിഷൻ കുമാറാണ് പോലീസിനോട് അക്രമം കാണിച്ചത്. റോഡരികിൽ മാസ്ക് ധരിക്കാതെയിരുന്നതിനെ ചോദ്യം ചെയ്ത ചെറുതുരുത്തി ASI ഹുസൈനോട് ഇയാൾ അപമര്യാദയായി പെരുമാറുകയും പിന്നീട് യൂണിഫോമിൽ പിടിച്ച് ആക്രമിക്കുകയായിരുന്നുവെന്നും ചെറുതുരുത്തി CI സുരേന്ദ്രൻ കല്യാടൻ പറഞ്ഞു. അറസ്റ്റ് ചെയ്ത ഇയാളെ വടക്കാഞ്ചേരി 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കോവിഡ് വ്യാപനം രൂക്ഷമായതോടെ പ്രതിരോധ നടപടികളുടെ ഭാഗമായി സംസ്ഥാനത്തെ ബാങ്കുകളുടെ പ്രവർത്തന സമയം കുറച്ചു. രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ മാത്രമേ ബാങ്കുകൾ പ്രവർത്തിക്കൂ. ഏപ്രിൽ 30 ശേഷം സ്ഥിതിഗതികൾ വിലയിരുത്തി സമയമാറ്റം തുടരണോ എന്ന് തീരുമാനിക്കും. ഗർഭിണികൾ, ശാരീരിക പരിമിതിയുള്ളവർ, ഗുരുതര രോഗങ്ങൾ ഉള്ളവർ എന്നീ വിഭാഗങ്ങളിലുള്ള ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം സൌകര്യം അനുവദിക്കും. കൊപ്പം നെടുമ്പ്രക്കാട് പ്രദേശത്തെ ക്വാറികൾക്കെതിരെയുള്ള ജനരോഷം പഞ്ചായത്ത് അധികൃതർക്ക് മുന്നിൽ തുറന്നു കാണിച്ച നാട്ടുകാർ. ക്വാറിയിലേക്ക് ലോറികൾ പോയി തകർന്ന പുതിയ റോഡ്, ചെറുകോട് റോഡ് നവീകരണവുമായി ബന്ധപ്പെട്ട് ഗ്രാമപഞ്ചായത്ത് വിളിച്ചു ചേർത്ത പ്രദേശവാസികളുടെ യോഗത്തിലായിരുന്നു നാട്ടുകാരുടെ പ്രതിഷേധം. എല്ലാ പ്രശ്നങ്ങളും ഘട്ടഘട്ടമായി നടപ്പാക്കാമെന്നായിരുന്നു പഞ്ചായത്ത് അധികൃതരുടെ ഉറപ്പ്. കൊപ്പം പഞ്ചായത്തിലെ നെടുമ്പ്രക്കാട് പ്രദേശത്ത് പ്രവർത്തിക്കുന്ന ക്വാറികൾക്കെതിരെ ഏറെക്കാലമായി നാട്ടുകാർ പ്രതിഷേധത്തിലാണ്. കോറിയിലേക്കുള്ള ടോറസ് ലോറികളുടെ അനിയന്ത്രിതമായ സഞ്ചാരവും പുതിയ റോഡ്, ചെറുകോട് റോഡിന്റെ തകർച്ചയുമാണ് നാട്ടുകാരെ പ്രത്യക്ഷ സമരത്തിലേക്ക് എത്തിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് 10 ടണ്ണിലധികം ഭാരവുമായുള്ള ടോറസ് ലോറികൾക്ക് പഞ്ചായത്ത് പാതയിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്.
തുടർന്ന് റോഡ് നവീകരണവുമായി ബന്ധപ്പെട്ട് പ്രദേശവാസികളുടെയും യോഗം വിളിച്ചു ചേർക്കുകയായിരുന്നു. ഈ യോഗത്തിലാണ് കോറികൾക്കെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം അണപൊട്ടിയത്. കോറികളുടെ പ്രവർത്തനം പ്രദേശവാസികളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാണെന്നും ഇക്കാര്യത്തിൽ പഞ്ചായത്ത് ഒന്നും ചെയ്യുന്നില്ല എന്നായിരുന്നു ആക്ഷേപം. വീട്ടിൽ വന്നിട്ട് കുറച്ച് ദിവസം പാർക്കും ഈ മഴക്കാലം കഴിയോളം ഞങ്ങൾ ഒഴിഞ്ഞു കൊടുക്കാം. എന്നാലും ഇതെന്താ ഇപ്പം റോഡ് പണി തുടങ്ങി പറഞ്ഞാൽ ഇനി റോഡ് പണി നടന്നു കഴിഞ്ഞാൽ പിന്നെയും ക്രഷർക്കാർ വണ്ടി ഓടിച്ചിട്ട് പിന്നെ അവിടെ തല്ല് പൊട്ടിക്കല്ലേ ചെയ്യണത്. ആര് എത്ര എന്ന് നോക്കിയാലും ഞങ്ങൾ അവര് പറഞ്ഞ് ഞങ്ങളവിടെ പോയി നോക്കി. നിങ്ങൾ പോയി നോക്കാൻ വരുമ്പോൾ ഞങ്ങളെ വീട്ടിലോ അല്ലെങ്കിൽ മറ്റവരെ വീട്ടിലൊന്ന് വന്ന് നോക്കിയിട്ട് ഞങ്ങളെ കൂട്ടിക്കൊണ്ട് പോയി നോക്കാറുണ്ട്. ഞങ്ങൾ വീടിൻ്റെ തറ വന്ന് നോക്കി നോക്കും. ഒരാളെങ്കിലും വന്ന് നോക്കില്ല. മുരളി മെമ്പറെ മാത്രം വിളിച്ചപ്പോൾ ഒരു ദിവസം വന്ന് നോക്കി. ഞങ്ങളെ വീടിൻ്റെ പിന്തറ ഫുള്ള് പൊട്ടിക്കഴിഞ്ഞു. ഇതെന്താ റോഡ് പണിക്ക് കാരണം ഇനി അവർ കുറച്ച് പൈസ തരും, റോഡ് പണി ചെയ്യും. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ ജീവിക്കണ്ടേ? അതേസമയം പ്രദേശത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് വന്നതിന് പ്രദേശവാസികൾ സ്വാഗതവും ചെയ്തു. കോറിക്ക് താഴ്വാരത്തെ നിവാസികൾക്ക് ഭീഷണി ഉയർത്തുന്ന തരത്തിൽ മണ്ണ് കൂട്ടിയിട്ടിരിക്കുന്നത് നീക്കം ചെയ്യുവാൻ നടപടി വേണമെന്നും കുന്നിൻ മുകളിൽ വെള്ളം കെട്ടി നിൽക്കുന്നത് മഴക്കാലത്ത് പൊട്ടി വീടുകളിലേക്ക് വരുവാനുള്ള സാഹചര്യവും പ്രദേശവാസികൾ യോഗത്തിൽ ചൂണ്ടിക്കാട്ടി. വികാരഭരിതമായിരുന്നു പ്രദേശവാസികൾ യോഗത്തിൽ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചത്. ചെയ്യാൻ കഴിയില്ല, ഞങ്ങൾ ഇറങ്ങും എന്ന് ഇറങ്ങുന്നതെല്ലാം ചെയ്യിക്കും. കുറേ എണ്ണം ചിലപ്പോൾ അവർ കൊല്ലായിരിക്കും വണ്ടി വെച്ചിട്ട്, എന്നാലും വേണ്ട ചെയ്യും. അതിന് ഇട കൊടുക്കരുത്. അവർക്ക് പിന്നെ സ്റ്റോപ്പ് മെമ്മോ കൊടുക്കണം പഞ്ചായത്ത്. അതായത് സൗകര്യമായിട്ട് ശേഷം ഈ നാട്ടുകാർക്ക് ഇവിടെ ജീവിക്കണം. കോറിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഘട്ടം ഘട്ടമായി പരിഹരിക്കാനാണ് പഞ്ചായത്ത് ലക്ഷ്യമിടുന്നതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണനും യോഗത്തിൽ വ്യക്തമാക്കി. കോറിയിലേക്കുള്ള വാഹനങ്ങൾ പോയ സാഹചര്യത്തിലാണ് റോഡ് തകർന്നത്. അതുകൊണ്ട് തന്നെ കോറി ഉടമകളെ കൊണ്ട് തന്നെ പുതിയ റോഡ്, ചെറുകോട് റോഡ് നവീകരിക്കാനാണ് പഞ്ചായത്തിന്റെ തീരുമാനം. പഞ്ചായത്തിന്റെ മേൽനോട്ടത്തിൽ പൊതുമരാമത്തിന്റെ സഹായത്തോടെയാണ് റോഡ് നവീകരണം ലക്ഷ്യമിടുന്നതെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ യോഗത്തിൽ വ്യക്തമാക്കി. കോറികളുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് മറ്റു കാര്യങ്ങളെക്കുറിച്ച് വിശദമായ പരിശോധന നടത്തുവാനും യോഗത്തിൽ തീരുമാനമായി. പ്രദേശവാസികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാവശ്യമായ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കി. പഞ്ചായത്ത് അംഗങ്ങൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു. ചേലക്കര നിയോജക മണ്ഡലത്തിലെ കോവിഡ്-19 പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തുന്നതിനായി MLA UR പ്രദീപ് ഓൺലൈൻ യോഗം വിളിച്ചു. ബുധനാഴ്ച രാവിലെ 10:30 യോഗം. മണ്ഡലപരിധിക്കുള്ളിലെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, സെക്രട്ടറിമാർ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, ഹെൽത്ത് സൂപ്പർവൈസർമാർ, ഹെൽത്ത് ഇൻസ്പെക്ടർമാർ, പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർമാർ തുടങ്ങിയവർ ഓൺലൈനിലൂടെ അവലോകന യോഗത്തിൽ പങ്കെടുത്തു. ഇതിനായുള്ള നിർദ്ദേശം ഇവർക്ക് നൽകി. ഇടവേള. CCTVയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTVയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സ്ആപ്പ് നമ്പർ 89 43 35 14 00. മെയിൽ ID cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സ്ആപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26. നമ്പറുകൾ ഒരിക്കൽ കൂടി: 89 43 35 14 00, 89 43 35 14 26. CCTV, നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. ദേശമംഗലം ഗ്രാമപഞ്ചായത്തിൽ ആന്റിജൻ പരിശോധന നടത്തി. ദേശമംഗലം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വെച്ച് നടന്ന പരിശോധനയിൽ 30 പേർക്കാണ് ആന്റിജൻ ടെസ്റ്റ് നടത്തിയത്. ഇതിൽ 9 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. ഇവരോട് ക്വാറന്റൈനിൽ പോകാനും ഇവരുമായി അടുത്ത് ഇടപഴകിയവരോട് നിരീക്ഷണത്തിൽ പോകാനും ആരോഗ്യ പ്രവർത്തകർ പറഞ്ഞു. വ്യാഴാഴ്ച ആരോഗ്യ കേന്ദ്രത്തിൽ മെഗാ വാക്സിനേഷനും കോവിഡ് ആന്റിജൻ പരിശോധനയും ഉണ്ടായിരിക്കുമെന്നും ഹെൽത്ത് ഇൻസ്പെക്ടർ അനീഷ് പറഞ്ഞു. ഇളയരാജയ്ക്ക് സംഗീതാദരം അർപ്പിച്ച യുവ സംഗീതജ്ഞർ. തൃശൂർ സ്വദേശിയും ഗായകനുമായ രതീഷ് നാരായണന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇളയരാജയുടെ ജീവിതവും സംഗീതയാത്രയും കോർത്തിണക്കി സംഗീത ആൽബം പുറത്തിറക്കിയത്. 3 സുഹൃത്തുക്കളുടെ രസകരമായ സൗഹൃദത്തിലൂടെയാണ് സംഗീതാൽബത്തിന്റെ കഥ വികസിക്കുന്നത്. ഇളയരാജയുടെ സംഗീതത്തെ ജീവനെപ്പോലെ സ്നേഹിക്കുന്ന 3 സുഹൃത്തുക്കളാണ് രതീഷ് നാരായണനും സജോയും വിനുവും. ചെറുപ്പം മുതലേ ഇളയരാജയുടെ പാട്ടുകളായിരുന്നു ഇവരുടെ സൗഹൃദത്തെ ഊട്ടിയുറപ്പിച്ചത്. വളർന്നപ്പോൾ മൂവരും ജീവിതം കണ്ടെത്തിയതും സംഗീതത്തിൽ തന്നെയായിരുന്നു. ഇളയരാജയുടെ സംഗീതത്തിനൊപ്പമുള്ള ഈ മൂവർ സംഘത്തിന്റെ ജീവിതവും തെന്നിന്ത്യൻ സംഗീത ചക്രവർത്തിയായ ഇസൈജ്ഞാനിയുടെ ജീവിതവും സമാന്തരമായി പറഞ്ഞു പോകുന്ന അതിമനോഹരമായ കാഴ്ചാനുഭവമാണ് ഈ സംഗീതാൽബം.
உலகிலே வந்தவன் இசையிலே மன்னவன் தாய்மொழிக்கு பெருமை கொடுத்து வாழ்வில் என்றும் இசையை நிறைத்து தாய்மொழிக்கு பெருமை கொடுத்து வாழ்வில் என்றும் இசையை நிறைத்ததாரோ அவர் ராஜா இசைஞானி இளையராஜா அவர் யாரோ ஒரு ராஜா இசைஞானி ഇളയരാജാ. ഇളയരാജയുടെ പാട്ടും ഓർക്കസ്ട്രേഷനെ അനുസ്മരിപ്പിക്കും വിധമാണ് ഈ സംഗീത ആൽബത്തിന്റെയും മേക്കിംഗ്. തമിഴിൽ വരികളെഴുതിയും ഈണമിട്ട് ആലപിച്ചതും രതീഷ് നാരായണനാണ്. വീഡിയോയിൽ രതീഷിനൊപ്പം സുഹൃത്തുക്കളും വേഷമിട്ടു. നിറം വിനു, സജോ ജോബ്, ബ്രൗൺസൺ എന്നിവർ ചേർന്നാണ് ഗാനത്തിന്റെ ഓർക്കസ്ട്രേഷൻ നിർവഹിച്ചിരിക്കുന്നത്. 10 വർഷത്തെ തയ്യാറെടുപ്പുണ്ട് ഈ ആൽബത്തിന് പിന്നിൽ. വിവിധ മ്യൂസിക് ബാൻഡുകളിൽ പ്രവർത്തിക്കുന്ന ഈ സുഹൃത്ത് സംഘം അവരുടെ ചെറിയ സമ്പാദ്യങ്ങൾ കൂട്ടിവെച്ചാണ് പ്രിയ സംഗീതജ്ഞന് ആദരമൊരുക്കിയത്. വിനോദ് ബി വിജയ് ആണ് ആൽബം സംവിധാനം ചെയ്തിരിക്കുന്നത്. ക്യാമറ പ്രശാന്ത് കൃഷ്ണയും എഡിറ്റിംഗ് സോബിൻ കെ സോമനുമാണ് നിർവഹിച്ചിരിക്കുന്നത്. ഇളയരാജയ്ക്ക് ആദരമർപ്പിച്ചുള്ള ഈ സംഗീത ആൽബത്തിന് മികച്ച പ്രതികരണമാണ് സംഗീത പ്രേമികളിൽ നിന്ന് ലഭിക്കുന്നത്. തിരുമിറ്റക്കോട് പഞ്ചായത്തിലെ 18ാം വാർഡായ വടക്കേ വെള്ളടിക്കുന്നിൽ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി തോട്ടുവരമ്പിൽ സ്ഥാപിച്ച കയർ ഭൂവസ്ത്രം തീയിട്ട് നശിപ്പിച്ച നിലയിൽ കണ്ടെത്തി. 2,89,431 രൂപ ചെലവഴിച്ചാണ് വടക്കേ വെള്ളടിക്കുന്നിലെ പത്തിലത്തോട് കയർ ഭൂവസ്ത്രം വിരിച്ച് സംരക്ഷിച്ചിരുന്നത്. ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് തോടിന്റെ വരമ്പിൽ കയർ ഭൂവസ്ത്രം വിരിച്ചത്. എന്നാൽ കഴിഞ്ഞ ദിവസം ഉച്ചയോടെ ഇത് കത്തിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഏതാണ്ട് 20 മീറ്ററിലേറെ ദൂരം കയർ ഭൂവസ്ത്രം പൂർണ്ണമായും കത്തി നശിച്ചു. സംഭവം അറിഞ്ഞ സ്ഥലത്ത് തിരുമിറ്റക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് ടി സുഹറയുടെ നേതൃത്വത്തിലുള്ള സംഘം സന്ദർശനം നടത്തി. സ്ഥലത്ത് മദ്യപന്മാരുടെ ശല്യം രൂക്ഷമാണെന്നും ഇത്തരക്കാരാണ് കഴിഞ്ഞ ദിവസം 2 മണിക്കും 4 മണിക്കുമിടയിൽ കയർ ഭൂവസ്ത്രം നശിപ്പിച്ചതെന്നും ടി സുഹറ പറഞ്ഞു. പഞ്ചായത്ത് മാതൃകാപരമായി നടപ്പിലാക്കിയ പദ്ധതിയാണ് നശിപ്പിക്കപ്പെട്ടതെന്നും അവർ പറഞ്ഞു. കുറ്റക്കാർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കാൻ ചാലിശ്ശേരി പോലീസിന് നിർദ്ദേശം നൽകിയതായി പഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞു. ഇത് നശിപ്പിച്ചവരെ കണ്ടെത്തി അവരിൽ നിന്നു തന്നെ നഷ്ടപരിഹാര തുക ഈടാക്കുന്നതിനുള്ള നിയമ നടപടികളുമായി തിരുമിറ്റക്കോട് പഞ്ചായത്ത് മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം അറിയിച്ചു. കയർ ഭൂവസ്ത്രം സ്ഥാപിച്ചതിന്റെ ശിലാഫലകവും നശിപ്പിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. കൂടാതെ കയർ ഭൂവസ്ത്രം മറ്റു പല ഭാഗങ്ങളിലുമായി കത്തിക്കാനുള്ള ശ്രമങ്ങളും നടന്നിട്ടുണ്ട്. പഞ്ചായത്തിന്റെ പരാതിയെ തുടർന്ന് ചാലിശ്ശേരി പോലീസ് സ്ഥലത്ത് പരിശോധന നടത്തി. CCTV ന്യൂസ് തൃത്താല. ഇനി നവമാധ്യമ കാഴ്ച. ട്രാഫിക് നിയമങ്ങൾ ഒരുപാടുണ്ടെങ്കിലും അവ പലപ്പോഴും അനുസരിക്കുന്നില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. സിഗ്നലിൽ എത്തുമ്പോൾ സീബ്ര ലേനിൽ വാഹനങ്ങൾ കയറ്റിയിടും. അതുമൂലം റോഡ് ക്രോസ് ചെയ്യുന്ന കാൽനട യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുകൾ ഏറെയാണ്. ഇനി അത്തരത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ കാൽനട യാത്രക്കാർ തന്നെ അതിനെതിരായി മുന്നിട്ടിറങ്ങുക. എങ്ങനെയാണെന്നല്ലേ കാണാം സുനിൽ നൽകിയ ദൃശ്യത്തിലേക്ക്. ഇതോടെ നിലവിലെ വിശേഷങ്ങൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റ് CCTV online.tv സന്ദർശിക്കുക. നമസ്കാരം.